എന്നതാ വായിക്കുന്നേ? എപ്പോഴും ഉണ്ടല്ലോ കയ്യിൽ എന്തേലും ഒക്കെ. എപ്പോഴും ഞാൻ ഫോണിലാന്നല്ലേ കംപ്ലൈന്റ്. യാ, അപ്പൊ ഞാൻ എത്ര ബുക്ക് വായിക്കുന്നുണ്ടെന്ന് അറിയാവോ? നല്ല കാര്യം. വയസ്സാകാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കോ വായിക്കോ ആക്റ്റീവായിട്ട് വായിക്കോ വായിക്കോ. ഇരിക്കണം. ഇന്നെന്നാ ഉച്ചക്കെന്നാ? ചോറ് എന്നും ചോറ്. നമുക്കൊന്ന് വിളിക്കുന്ന വല്ല മേടിക്കുന്നു, വല്ല സ്പാനിഷോ ചൈനീസോ. ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ഇന്ന് ചോറാണ് കഴിക്കുന്നത്. വെള്ളിയാഴ്ച. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. നിങ്ങൾ ആ സാബുവിന്റെ ഫാദർ മരിച്ചത് അറിഞ്ഞായിരുന്ന? അയാളാണ്ട് ഒത്തിരി പ്രായമായിട്ട് കിടക്കല്ലായിരുന്നു. എന്നെ മരിക്കേണ്ടത് അവരൊക്കെ. മരിച്ചത് അറിഞ്ഞായിരുന്നോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, മരിച്ചറിഞ്ഞില്ല. ഓക്കെ, എന്നാ മരിച്ചു. അയാള് 90 വയസ്സ് കാണുകയല്ലേ അയാൾക്ക്? ഐ തിങ്ക് ഹീസ് 90s. യാ. ആളൊരു മൂശേട്ടായിരുന്നു കേട്ടോ. ഈ രാജു ഒറ്റമോനല്ലേ, അപ്പോ രാജുവിനെ കൊണ്ട് ഒരു സ്വാതന്ത്ര്യവും രാജുവിന് കൊടുത്തിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് അക്കൗണ്ടിനകത്ത് പുള്ളി തീരുമാനിക്കുന്ന പോലെ പൈസ എടുക്കും, കൊടുക്കും, പിന്നെ ഇടും. സ്വത്തൊക്കെ ഇതുവരെ ഭാഗം വെച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെ തോന്നുന്നു എനിക്ക്. അങ്ങനെ തോന്നുന്നു. സാബു ഒറ്റ മോനല്ലേ, അപ്പോ അങ്ങേരുടെ മൊത്തം അങ്ങേർക്കല്ലേ. പിന്നെ എന്നാ ഈ എഴുതി വെക്കേണ്ടത്? എടി, കാലം പഴയ പോലല്ലേ. ചിലപ്പോ സാബു തന്നെ ആയിരിക്കും. എന്നത്? പുള്ളി ഏതാണ്ടൊക്കെ ഈ ഓക്സിജനൊക്കെ ഹുക്കപ്പ് ചെയ്തല്ലേ ലൈഫ് സപ്പോർട്ടിലും കണ്ടായിരുന്നു. പോയി ഒന്ന് ഊരിയാ പോലെ. ആരെങ്കിലും അറിയുമോ? അറിയുമോ? എന്റെ ദൈവമേ, എന്തിന്റെ കേടാ മനുഷ്യ. കാലം ഇതാണ്. പണ്ടത്തെ പോലും അല്ല. അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ആളത്ര ശരിയല്ല. ഇങ്ങനെ പരദൂഷണം പറയാൻ നിങ്ങളെ കഴിഞ്ഞോളൂ. ഭയങ്കര സംതൃപ്തിയാ അത് പറയുമ്പോ അല്ലേ? പരദൂഷണം സത്യവാടി. ഇതൊക്കെ സത്യവാടി. നോക്കൂ, ഇതൊക്കെ എന്തെങ്കിലും വെളിക്ക് വരും. നോക്കൂ. എൻ്റെ കൂടെ പഠിച്ച സുമതി ഇല്ലേ, സുമതിയുടെ മകള് CPA പാസ്. CPA അല്ലേ, നാട്ടിലെ CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതാ നിങ്ങളുടെ അയലൊക്കത്തുള്ള? അതന്നെ. നല്ല കാര്യം. ഇങ്ങനെ പിള്ളേരൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല ബോധമാട്ടോ. പഠിക്കണം എന്ന് വെച്ചാൽ അതുങ്ങൾ പഠിക്കും. എന്നാ കൊച്ചിന്റെ പേര്? സാവിത്രി എന്നോ ശീലാവതി എന്നോ അങ്ങനെ കണ്ടാ തന്നെ അറിയാം ഒരു ടൈപ്പ് ആവും. എന്താ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ അവളെ കണ്ടായിരുന്നേ. രണ്ടുപേരെയും കണ്ടായിരുന്നു. അവളുടെ ഒരു കൊഞ്ചലും കുഴച്ചിലും മറിയലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിലത്തെങ്ങും അല്ല കക്ഷി. എവിടെ വെച്ചാ കണ്ടേ നിങ്ങള്? നാട്ടിൽ വെച്ച്. എവിടെ വെച്ചാ കണ്ടേ? അവര് റോട്ടിൽ വെച്ചോ അതെയോ? വീട്ടിൽ വന്നായിരുന്നു. കൊഞ്ചല് കുഴച്ചില്. അല്ല, നമ്മള് ഈ പ്രായമായ ആൾക്കാരൊക്കെ കാണുമ്പോൾ, മറ്റുള്ള ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവുമല്ലോ സാധാരണ പെണ്ണുങ്ങൾക്ക്. അതൊന്നുമില്ല. ഇത് നൂറ്റാണ്ട് ഏതാന്നറിയാം? അല്ല, നമ്മുടെ ഞാനിരിക്കുന്ന കസേരയുടെ അവിടെ കയറി ഇരുന്നത് എന്റെ കൂടെ. അതിനെന്നാ? എല്ലാരും ഒരുപോലെ അല്ലേ? എന്തോ അവളത്ര ശരിയല്ല. കണ്ടറിയാം. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ.